നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസമാണ് ഇഹലോകവാസം വെടിഞ്ഞത്. ഈ ദിവസങ്ങളിലെല്ലാം ഫ്രാൻസിസ് പാപ്പയുടെ വാർത്തകളിലാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. മാധ്യമങ്ങളിലെല്ലാം ഫ്രാൻസിസ് പാപ്പയുടെ വാർത്ത തന്നെയാണ്. ഇന്ന് ഞങ്ങൾ അല്പസമയം പാപ്പയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എന്നോടൊപ്പം ഇന്ന് ഈ ചെറിയ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നെയ്യാറ്റിൻകര രൂപതയുടെ സഹമെത്രാൻ അഭിമന്യ ഡി സെൽവരാജൻ പിതാവ്, അതുപോലെ സെമിനാരി വൈസ് റക്ടറായിട്ട് സേവനം ചെയ്യുന്ന അലോഷ്യസ് സത്യനേശൻ അച്ഛൻ, അതുപോലെ രൂപതയുടെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്ന സേവനം ചെയ്യുന്ന ആൻഡോ അച്ഛൻ. എല്ലാവർക്കും സ്വാഗതം. ഈ മൂന്ന് പേർക്കും ഫ്രാൻസിസ് പാപ്പയുമായി അടുത്ത ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത പശ്ചാത്തലം വെച്ച്. അഭിമന്യ സെൽവരാജൻ പിതാവ് കഴിഞ്ഞ മാസമാണ് നെയ്യാറ്റിൻകര രൂപതയുടെ സഹമെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. പിതാവിൻ്റെ നിയമനം അത് കേരളത്തിലെ ഫ്രാൻസിസ് പാപ്പ അവസാനം നടത്തിയ ഒരു നിയമനമാണ് കേരളത്തിൽ നെയ്യാറ്റിൻകര രൂപതയുടെ സഹമെത്രാനായി. അതുപോലെ തന്നെ അലോഷ്യസ് സത്യനേശൻ അച്ഛൻ രണ്ട് പിതാക്കന്മാരുടെ, ബെനഡിക്ട് 16 പാപ്പയുടെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പയുടെയും പാപ്പയായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ വത്തിക്കാനിലുണ്ടായിരുന്ന ഒരു വൈദികനാണ്. അനുരാജ് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ 2 തവണ പിതാവിന് ഒപ്പം പിതാവിൻ്റെ സഹായിയായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2018 ക്രിസ്മസ് രാത്രിയിൽ പാപ്പയുടെ കയ്യിൽ നിന്നും ഉണ്ണി ഈശോയെ സ്വീകരിച്ച് പുൽക്കൂടിൽ വെച്ച ഒരു അസുലഭ അവസരം കൂടെ കിട്ടിയ വൈദികനാണ്. എല്ലാവർക്കും സ്വാഗതം. പിതാവെ, പ്രത്യേകിച്ച് പാപ്പയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിതാവിൻ്റെ നിയമനം അത് തന്നെയാണ് വലിയ കാര്യം. എങ്ങനെ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ ഓർക്കുന്നു? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തു എന്ന് കേട്ടപ്പോൾ വാസ്തവത്തിലെ ലോകത്തിലെ മറ്റെല്ലാ പ്രിയപ്പെട്ട ജനത്തോടൊപ്പം എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ക്രിസ്തു മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്ക് ഈ ആധുനിക ലോകത്തിൽ മൂർത്തഭാവം നൽകിയ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ. അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാവപ്പെട്ടവരും രോഗികളും നിരാലംബരുമായ ജനങ്ങൾ അത്താണിയായി കണ്ട ഒരു പിതാവ് നമ്മിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വികാരം എന്ന് പറയുന്ന ലോകം ഇരുട്ടിലായി എന്നൊരു തോന്നൽ. എന്ന് പറയുമ്പോൾ സർവസ്പർശിയായ ഒരു ഇടപെടലാണ് എല്ലാ വിഷയങ്ങളിലും, ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ ദർശനത്തോടു കൂടെ ഇടപെട്ട ഒരു വന്യ പിതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. പരിശുദ്ധ പിതാവ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് രോഗാവസ്ഥയിലൊക്കെയാണ്. ഏതാണ്ട് ജനുവരി മാസം പകുതിയൊക്കെ ആയപ്പോഴായിരിക്കാം എൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിതാവിൻ്റെ ഓഫീസിൽ അംഗീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഫെബ്രുവരി മാസം 8-ാം തീയതി നെയ്യാറ്റിൻകര രൂപതയുടെ സഹമെത്രാനായിട്ട് എന്നെ നിയമിച്ച വാർത്ത റോമിൽ നിന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഒരു വ്യക്തിപരമായ വൈകാരികമായ ഒരു ബന്ധം തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിനോട് ഉണ്ട്. അത് ഈ നിയമനം വന്നതുകൊണ്ട് മാത്രമാണ്. 2013 മാർച്ച് മാസം 13-ാം തീയതി കർദിനാൾ ബെർഗോളിയോ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴുള്ള അന്ന് തുടങ്ങിയുള്ള മനസ്സിൻ്റെ ഒരു വൈകാരിക ഭാവമാണത്. ഞാൻ ഒത്തിരിയേറെ അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വായിച്ചു, പഠിച്ചു. അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ഇടപെടലുകൾ, വ്യക്തിവൈശിഷ്ട്യം, ലോകത്തിലെല്ലാവരെയും പോലെ തന്നെ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ആ പിതാവിൻ്റെ വേർപാടിൽ ഞാനും നമ്മുടെ രൂപതാധ്യക്ഷനും രൂപതയിലെ എല്ലാവരും ദുഃഖിതരാണ്. അതിൽ നമുക്കുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കും. ഈ
പാപ്പമാർ, അതായത് പ്രത്യേകിച്ച് ബെനഡിക്ട് 16 പാപ്പ, ഫ്രാൻസിസ് പാപ്പ, രണ്ടുപേരുടെയും നിയമന സമയത്ത് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് അച്ഛൻ വത്തിക്കാനിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചൊരു വൈദികനാണ്. അതൊരു അപൂർവ ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഇറ്റലിയിലായിരിക്കുമ്പോൾ, വത്തിക്കാനിലായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോഴും പാപ്പ മരിച്ചതിന് ശേഷവും അല്ലെങ്കിൽ കാലം ചെയ്തതിന് ശേഷവും വരുന്നുണ്ട്. അന്നുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു നേതാവ് മരിക്കുന്ന ഒരു രീതിയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വിഷമത്തോടുകൂടെ, ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെക്കുറിച്ച് നമ്മുടെ ബാല്യകാലം മുതൽ നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മൾ കുർബാനയിൽ കേട്ട് ശീലിച്ചിട്ടുള്ള പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അപ്പോൾ അദ്ദേഹം രോഗാവസ്ഥയിലാകുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കോൺക്ലേവ് നടക്കുന്നതും ഈ പാപ്പാമാരുടെ തിരഞ്ഞെടുപ്പെല്ലാം വരുന്നത് നോമ്പ് കാലത്തിനും പെസഹകാലത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ 3 പേരുടെ, ജോൺ പോൾ രണ്ടാമൻ മരിക്കുന്നത്, പിന്നെ ബെനഡിക്ട് 16 തിരഞ്ഞെടുക്കുന്നത്, പിന്നെ അടുത്ത് ഫ്രാൻസിസ് പാപ്പ വരുന്നതും ആ കാലഘട്ടം നോക്കുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. എന്താ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി പോലെയോ അല്ലെങ്കിൽ ലെൻറ്റിനടുത്ത് വരുന്നു, അതെ, ഈസ്റ്ററിനടുത്തുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കോൺക്ലേവ് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതും വരുന്നത്. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ രോഗാവസ്ഥയിലാകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ രോഗാവസ്ഥയിലായിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇപ്പോഴും കൊളോണിൽ ആഗോള യുവജനങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ പാപ്പ പോകുന്ന പ്രതീക്ഷയോടെ. കാരണം ഇത് നമ്മൾ ഈ സാധാരണയിൽ നമ്മൾ വയസ്സായ ഒരു വ്യക്തിയും സ്വാഭാവികമായിട്ട് മരിക്കും, എല്ലാവർക്കും അറിയാം, എല്ലാവരും പോലെ മരിക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും ഈ പ്രതീക്ഷയുടെ പ്രാർത്ഥന, ഈ ജാഗരണ പ്രാർത്ഥനകൾ തന്നെ നടത്തുക സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്ന പ്രത്യേക യുവതിയുവാക്കളൊക്കെ ഇതിനുവേണ്ടി സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയവരെ മനസ്സിലായി. ഇപ്പോൾ പാപ്പയുടെ സമയത്ത് ജനിച്ച കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിൽ വയോധികനായ ഒരു പാപ്പ മരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴത് പാപ്പയോടുള്ള സ്നേഹം, ഇപ്പോൾ ലോകത്തിലെ പല നേതാക്കൾക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ ആധ്യാത്മിക പിതാവിന് കിട്ടുന്നത്. അവിടെ വന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കും, ജപമാലയോടുകൂടെ പ്രാർത്ഥിക്കും. അത് എല്ലാ മാധ്യമങ്ങളും, അത് നമ്മുടെ കത്തോലിക്ക മാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമുണ്ട്. പലരുടെയും ഒരു മാനസാന്തരത്തിനുള്ള ഒരു അവസരം പോലുമുണ്ട്. കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏതെങ്കിലും പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥനാ സമയത്തൊക്കെ ആണെങ്കിൽ വഴിയരികിൽ നിന്ന് കുമ്പസാരിക്കുന്ന ഒരു പശ്ചാത്തലം. നമ്മൾ ബെനഡിക്ട് 16 ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത 12ാം പീയൂസിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ഈ പാപ്പമാരെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാപ്പയും അനന്യരാണ്. കാരണം അവരുടേതായ ഒരു തനിമ ഉണ്ട് ഓരോ പാപ്പയ്ക്കും. അപ്പോൾ അവരുടെ വ്യക്തിത്വം പതിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബെനഡിക്ട് 16 ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് മാധ്യമങ്ങൾ പലതുമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പ്രാർത്ഥന, നമ്മൾ ജാഗരണം നടന്നപ്പോൾ ഞാൻ ആ പ്രാർത്ഥന അഭിപ്രായമാണ്. നമ്മുടെ സെമിനാറിൽ വൈകുന്നേരം തൊട്ട് രാവിലെ ഒരു പ്രാർത്ഥന, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ദിവ്യാറിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് സൈലൻറ്റ് പ്രയറാണ്, ഓരോരുത്തർക്കും ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഡയറിയിലുള്ള. ഓക്കെ, കർത്താവെ, അങ്ങേക്കറിയാം അങ്ങയുടെ സഭയെ നയിക്കേണ്ടത് ആരാണെന്ന്, നീ തന്നെ തിരഞ്ഞെടുക്കുക. മാധ്യമങ്ങൾ പലരും പറയും, എന്നാൽ തന്നെ അങ്ങേക്കറിയാം ആരാണ് വരേണ്ടത്. കൃത്യമായിട്ട് ആ ഒരു വ്യക്തി തിരഞ്ഞെടുത്ത് ലോകത്ത് പല മാധ്യമങ്ങളും പലരുടെയും പേരുകൾ വന്നെങ്കിലും ബെനഡിക്ട് 16 പേര് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു അന്ന് കർദിനാൾ, ഞാൻ ഓർക്കുന്നില്ല, റൂയിനിയാണോ ആരാണെന്ന് ഓർക്കുന്നില്ല, ഒരു ഡിക്കൻ, അല്ല ഫ്രഞ്ചുകാരനായ ഒരു കർദിനാളായിരുന്നു. പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു. പേര് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം, കൈയടിക്കുന്നു, ജർമ്മൻ പാപ്പയാണ്, കാരണം സുപരിചിതമായ പേര്. പക്ഷേ ഫ്രാൻസിസ് പാപ്പയുടെ കാര്യം വരുമ്പോൾ ആ പ്രഖ്യാപനം നടക്കുമ്പോൾ നിശബ്ദതയായിരുന്നു. പക്ഷേ ആ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കയ്യടി ഒന്നുമില്ല, ഒരു നിമിഷങ്ങൾ നിശബ്ദത. പിന്നീട് കൈയടിക്കുന്നത്, കാരണം ആരാണ് ആ പേര്, ഹോർഹെ മാരിയോ ബെർഗോളിയോ, ആർക്കും പരിചയമില്ലാത്ത പേര്. ലാറ്റിൻ അമേരിക്കൻ സ്റ്റുഡൻസിന് അറിയാം, കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താണ്. ബോണസ് ഐറസിലെ ആർച്ച് ബിഷപ്പാണെന്ന് അങ്ങനെ അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ പിന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അവിടെയും ഈ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒന്നും കിട്ടിയിട്ടിരുന്നില്ല. ആദ്യം ഒന്നാമതായി വരുമ്പോൾ നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും കർത്താവ് നിശ്ചയിച്ച വ്യക്തി, പരിശുദ്ധാത്മാവ് നിശ്ചയിച്ച ഒരു വ്യക്തി മാത്രം. പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തനം തന്നെയാണ് ഇതിനകത്തുള്ളത്. പാപ്പയെ 2 പ്രാവശ്യം നേരിട്ട് കാണാൻ സാധിച്ചു, നിരവധി പ്രാവശ്യം കണ്ടിരിക്കും. പ്രത്യേകിച്ച് ഡീക്കനായിട്ട് അവിടെ 2018-17 കാലഘട്ടങ്ങളിലൊക്കെ സേവനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഈ അച്ഛൻ്റെ ഫ്രാൻസിസ് പാപ്പയെ എങ്ങനെ കാണുന്നു? അത് ഒറ്റ വാക്കിലങ്ങ് പറയുകയാണെങ്കിൽ.
ഞാൻ 2 പ്രാവശ്യമാണ് പിതാവിനുമായിട്ട് ഒപ്പം ദിവ്യബലിയിൽ പങ്കെടുത്തത്. ഒന്ന്, ഞാൻ വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, തിയോളജി 2ാം വർഷം വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ കരുണയുടെ അസാധാരണമായ ജൂബിലി വർഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ദിവ്യബലിയിലും, രണ്ടാമത് 2018 ഡീക്കനായിരിക്കുമ്പോൾ ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്കുമാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 അസുലഭ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പാപ്പയുടെ മുന്നിൽ പേടിച്ച് ഉണ്ണിയേശുവിനെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഡീക്കനെയാണ് അന്ന് കണ്ടത്. അത് പ്രത്യേകിച്ച് ഒരു ട്രയലൊന്നുമില്ല, അങ്ങനെ പരിശീലനമൊന്നുമില്ല. ആ സമയത്ത് പറഞ്ഞു, ഞാൻ പോയി കുമ്പിട്ട് വാങ്ങുന്നു, കൊണ്ടുവയ്ക്കുന്നു എന്നതാണ്. ഏറ്റവും ഒരു ഹൃദയസ്പർശിയായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഉണ്ണീശോയെ വാങ്ങിയിട്ട് ഉൾക്കൂട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അതുവരെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പാപ്പയിലായിരുന്നു. അതിനുശേഷം പാപ്പയും ഈ ഉണ്ണിയേശുവിനെ നോക്കുന്നു, ഞാനും അവിടെ ഒബ്ജക്റ്റായിട്ട് വരിക, കൊണ്ടുവയ്ക്കുന്നു. ഒരു ആത്മീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും നമ്മെ ശ്രദ്ധിക്കും. ആ ഒരു ചിന്ത മനസ്സിൽ. പിതാവ് പലപ്പോഴും പാപ്പയുടെ പ്രബോധനങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയും അത് പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. പാപ്പയുടെ പ്രബോധനങ്ങളെയും ഈ പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളെയൊക്കെ എങ്ങനെ കാണുന്നു? പരിശുദ്ധ പിതാവിൻ്റെ പഠനങ്ങളെയും പ്രബോധനങ്ങളെയും ചാക്രിക ലേഖനങ്ങളെയും അപ്പസ്തോലിക പ്രബോധനങ്ങളെയെല്ലാം ഞാൻ നോക്കുമ്പോൾ, സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, 2ാം വത്തിക്കാൻ സിനഗദോസ് എന്ന് പറയുന്ന സഭയുടെ വലിയൊരു നാഴികക്കല്ലാണ്. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട ഒരു പിതാവായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഉറവിടങ്ങളിലേക്ക് പോകാനും മറ്റും പറയുന്ന ആശയങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ, അതിലെ കാര്യങ്ങൾ 16 ഡോക്യുമെൻസിലെ കാര്യങ്ങളൊന്നും പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടതായിട്ടൊന്നും നമുക്ക് ഇപ്പോഴും കരുതാനാവില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്ന എല്ലാവരെയും കേൾക്കുക, തുറവിയുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ആശയങ്ങൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ പിതാവ് കൊണ്ടുവന്ന സിനഡാലിറ്റിയിലും എല്ലാവരെയും ശ്രമിക്കുക, എല്ലാവരെയും മനസ്സിലാക്കുക, കൂടെ നടക്കുക, ഇതൊക്കെ 2nd വാറ്റിക്കൻ കൗൺസിലിൽ വളരെ പ്രബലമായി വെച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പ്രബോധനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കാണാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് മറ്റ് സഭകളോടുള്ള ബന്ധം, മറ്റ് മതവിഭാഗങ്ങളോടുള്ള ബന്ധം, ഈവൻ നിരീശ്വരന്മാരോട് പോലുമൊക്കെയുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ 2nd വാറ്റിക്കൻ കൗൺസിലുണ്ട്. അതിനൊക്കെ ഒരു ശരിയായ രൂപഭാവം കൊടുത്ത് അത് എല്ലാം പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ പിതാവിൻ്റെ. അതിൽ മറ്റ് മനുഷ്യനുമായിട്ടുള്ള ബന്ധം, മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പൊതുവേ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്, എല്ലാ പിതാക്കന്മാരും പറയുന്നതാണെങ്കിലും ഇവിടെ ഒരു വലിയ കൂട്ടിച്ചേർക്കലായിട്ട് എനിക്ക് തോന്നുന്നത് പ്രകൃതി എന്ന് പറയുന്ന വലിയൊരു ഘടകത്തെ ചേർത്ത് വെച്ചു. പ്രപഞ്ചം പവിത്രമായിരിക്കണം, അന്യൂനമായിട്ട് ആ പ്രപഞ്ചത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറണം, അതിനകത്ത് ഒരിക്കലും വികലതകൾ വരാൻ പാടില്ല. പൊള്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നത്, ആഗോളതാപനത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ, ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനം വാസ്തവത്തിൽ ലോക ജനതയെ മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ എല്ലാ കണ്ണുകൾ തുറപ്പിച്ചതാണ്. പല നേതാക്കന്മാരും രാഷ്ട്രത്തലവന്മാരും ഒക്കെ പറയുന്നതിനേക്കാൾ അത്ര സുന്ദരമായിട്ട് അത് പ്രകൃതി നമ്മോടൊപ്പം ചേർന്ന് പോകേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള പഠനങ്ങൾ നമുക്ക് നോക്കുമ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനങ്ങളിലും അപ്പസ്തോലിക പ്രബോധനങ്ങളിലും ഞാൻ കാണുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ മുഖം, ക്രിസ്തുവിൻ്റെ കരുണാർദ്രമായ മുഖം, അനുകമ്പയുടേതായ ഒരംശം നമുക്ക് എല്ലാവർക്കും വേണമെന്ന് ലോകത്തോട് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത പിതാവാണ് ക്രിസ്തുവിനെ കുറിച്ച്. അപ്പം അദ്ദേഹത്തിൻ്റെ മോട്ടോ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് തന്നെ മത്തായിയുടെ വിളിയെക്കുറിച്ചുള്ള ഭാഗമാണ്. റോമിൽ മത്തായിയുടെ നാമത്തിലുള്ള ആ ദേവാലയത്തിലൊക്കെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴൊക്കെ പണ്ട് പോകുമായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെൻറ്റ് ബീഡ് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാപാവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യനെ വിളിക്കുന്നു. ആ ദേവാലയത്തിലെ ഒരു ഫ്രെസ്കോട്ട്, വലിയൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിനകത്ത് ഈശോ കയറി അങ്ങനെ വരുമ്പോൾ
മത്തായി ഈ പണമൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ ആയിരിക്കുന്നു, പക്ഷെ അതിലും ഒരു കൈയുണ്ട് യേശുവിലുമുണ്ട്. അപ്പോൾ ലോകത്തോടുള്ള ചാച്ചിലുമുണ്ട്, ദൈവത്തോടുമുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് അത് പാപ്പ പറയുന്നത് അത് എൻ്റെ തന്നെ ജീവിതമാണ്. എനിക്ക് ലോകത്തിൽ നിന്ന് വേറിട്ട് ഒക്കെ എനിക്ക് എപ്പോഴും ചിന്തിക്കാനൊന്നും പറ്റില്ല. ഞാൻ തന്നെ ബലഹീനനായ ഒരു മനുഷ്യൻ. എനിക്ക് ദൈവത്തിൻ്റെ കരുണ ആവശ്യം. ഈ കരുണ എല്ലാവരോടും നമ്മൾ പ്രദർശിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുണ രോഗികളോട്, പാവപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, യുദ്ധഭൂമിയിലുള്ളവരോട് ഉണ്ട്. അതുപോലെ തന്നെ ജയിലറകളിൽ കഴിയുന്നവരോട്. ജയിലറയിൽ പോവുകയും അവിടെ പോയി ഇത്രയും അവരോട് സ്നേഹം കാണിക്കുന്നത് എന്തിനാ എന്ന് പരിശുദ്ധ പിതാവിനോട് പത്രപ്രവർത്തകർ ചോദിച്ചവൻ പറഞ്ഞു, നമ്മൾ ഭാഗ്യം കൊണ്ട് പുറത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ. അകത്ത് കിടക്കേണ്ട ഒരു വലിയ മനുഷ്യയുടെ വെളിയിൽ നിൽക്കുന്നത് അത് ഞാനാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയണമെങ്കിൽ ആ ഹൃദയം എല്ലാവരോടും പറ്റിച്ചേരാനായിട്ട്, ചേർന്ന് പോകാനായിട്ടുള്ള ആ മനസ്സ്, അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്, പ്രവൃത്തികളിലുണ്ട്, പ്രബോധനങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കരുണയുടെ ഒരു മുഖം, കരുണയുടെ ഹൃദയം അത് മനസ്സിലാക്കി കൊടുക്കും. അത് വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് പറഞ്ഞു വെച്ച ചാക്രിക ലേഖനത്തിലാണെങ്കിലും, വിശുദ്ധ പിതാവിനെ കുറിച്ച് പറയുന്നതിലാണെങ്കിലും, ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഗൗതത്തെ എക്സിൽത്താത്തെ ആഹ്ലാദിച്ചാനന്ദിച്ചാലോ എന്നുള്ള ഏത് പ്രമാണരേഖ അല്ല, ഏത് ചാക്രിക ലേഖനങ്ങൾ എടുത്താലും അതിനകത്ത് എവിടെയും ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്ന ആശയം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ മുഖം, ക്രിസ്തുവിൻ്റെ ഹൃദയം, കരുണാർദ്രമായ ഹൃദയം. അതുകൊണ്ട് തന്നെ ഈ പാപ്പയെ ലോകം ഇഷ്ടപ്പെടുന്നു. വലിയൊരു ശൂന്യതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിലേക്ക് ഒരു പാപ്പ വന്ന് എല്ലാവരെയും തൊടുന്ന രീതിയിൽ ഇത്ര ആണെങ്കിലും പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അറേബ്യൻ നാടുകളിലെ സന്ദർശനം, ഇതര മതവിഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് പരവതാനി വിരിക്കുന്നതും വീൽ ചെയറിൽ ഒരു മനുഷ്യൻ പോയതാണെന്ന് ഓർക്കും. ലോകത്തിലാരും കേട്ടിട്ടില്ല. വീൽ ചെയറിൽ ഒരു ചെറിയ രാജ്യം, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അലങ്കൃത രാജ്യം എത്തിക്കാൻ അതിൻ്റെ അധിപൻ പോകുന്നു, അവിടുന്ന് സ്വീകരിക്കപ്പെടുന്നു. ഫാന്റാസ്റ്റിക്കാണ്. അതൊന്നും നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും അത് അധികമാവില്ല. ഈ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ പേര് കേട്ടപ്പോൾ ആർക്കും മനസ്സിലായില്ല എന്നുള്ളത് ഒരു സത്യമായിരുന്നു അന്ന്. പക്ഷേ പാപ്പ ആ വത്തിക്കാൻ ചത്തുരത്തിൻ്റെ മുകളിൽ വന്ന് പ്രഖ്യാപനത്തിന് നിൽക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് തല കുനിക്കുന്ന ഒരു പാപ്പയെ കാണുക. അവിടെ നിന്ന് സാന്താമർത്തിയിലോട്ട് വത്തിക്കാൻ കൊട്ടാരത്തിൽ നിന്നുള്ള താമസം മാറ്റാൻ ആദ്യമേ തന്നെ തീരുമാനമെടുക്കുന്നു. പേര് ഫ്രാൻസിസ് എന്ന് തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ കൂടാതെ പൊതുഗതാഗതം ഉപയോഗിച്ച് ആർച്ച് ബിഷപ്പായിരിക്കുമ്പോഴും കർദിനാളായിരിക്കുമ്പോഴും ഒരു ബാഗും തൂക്കി ട്രെയിനിലും ബസ്സിലും കയറി യാത്ര ചെയ്യുന്നു. അങ്ങനെ വളരെ വൈവിധ്യങ്ങളുള്ള അല്ലെങ്കിൽ ജീവിതശൈലിയിൽ തന്നെ വ്യത്യസ്തതയുള്ളൊരു പാപ്പ. ഈ കാലഘട്ടത്തിൽ കടന്നുപോയ ജോൺ പോൾ പാപ്പയും ബെനഡിക്ട് 16 അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പയും, ഈ 3 പേരിൽ എടുക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അച്ഛൻ്റെ മനസ്സിൽ എവിടെയാണ് സ്ഥാനം? ഒന്നാമതായിട്ട് ഞാൻ ഈ പാപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ ശേഷം തന്നെ ഈ കൂടുതൽ നമുക്ക് സെക്യുലറായിട്ടുള്ള TV വാർത്തകളാണ് വരുന്നത്. ഇപ്പോഴൊരു എന്താ പറയുന്നത്, മറ്റുള്ളവരിൽ വ്യത്യസ്തനായിട്ട് അവതരിപ്പിക്കുമ്പോഴും ഒരു മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് അവതരിപ്പിക്കും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മൾ ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മെത്രാനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് പാപ്പ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മളൊരു രൂപ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകൾ, അവരുടെ സംഭാവനകൾ നൽകുന്നവരാണ്. അതുപോലെ തന്നെ ഈ പാപ്പായും ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. എൻ്റെ എപ്പോഴും ഒരു കമ്പാരിസൺ, നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി വന്ന് വിചാരിച്ചില്ല, മുമ്പിരുന്ന പോലെ ഒരു താരതമ്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ബെനഡിക്ട് 16 ശേഷമാണ് വന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സമയത്തും ഉള്ള വാർത്തകൾ, എല്ലാ വാർത്തകളും എടുത്ത് വെച്ച് നോക്കുമ്പോൾ യാഥാസ്ഥിതികനായ ഒരു പാപ്പയായിരുന്നു, ഒരു പുരോഗമനവാദിയായ പാപ്പ എന്ന് പറയുന്നത്. അതാണ് കൂടുതലും തരമായിട്ട് വരുന്നത്. എന്താണ് വത്തിക്കാനിൽ മാരകമായിട്ടുള്ള എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ബെനഡിക്ട് 16 രാജിവെക്കുന്ന ഒരു രംഗമുണ്ട്.
ആ സമയത്ത്. അന്ന് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് അന്ന് സംഭവിച്ചത്. കാരണം എനിക്ക് സഭയെ നയിക്കേണ്ട ആരോഗ്യം ഇല്ല. അപ്പോഴെന്താ ഞാൻ മാറി എന്ന് ഞാൻ ജോൺ പോൾ സെക്കൻഡ് എന്തുമാത്രം സഹിച്ചു, ഇത്ര വർഷം അനാരോഗ്യാവസ്ഥയിലിരിക്കുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ബെനഡിക്ട് 16 അപ്പോൾ അനാഥമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാനായിട്ട് സമ്മതിക്കാതെ അദ്ദേഹം രാജിവെച്ചപ്പോൾ അതൊരു വലിയൊരു വാർത്തയായിരുന്നു. അത് എളിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും അല്ലെങ്കിൽ പാപ്പാമാരുടെ ജീവിത ശൈലി അത് നോക്കുകയാണ്. ബെനഡിക്ട് 16 സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഒരു ഇടവകയിൽ സേവനം ചെയ്തിട്ടുള്ളൂ. കൂടുതലും അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതായത് ദൈവശാസ്ത്ര അധ്യാപകനാണ് യൂണിവേഴ്സിറ്റി. പിന്നെ തിരിച്ച് 1982 ശേഷം 82 അതിനുശേഷം വത്തിക്കാനിലെ ഓഫീസിലിരുന്ന് നമ്മൾ ഡോക്ടർ ഓഫ് ഫെയ്ത്തിൻ്റെ ആളായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യൂറോപ്പിൻ്റെ പശ്ചാത്തലം, പിന്നെ ഓഫീസുകളിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ ഡോക്ടറിനാണ് പ്രബോധനങ്ങളിലാണ് കൂടുതൽ ഒരു ശ്രദ്ധ അങ്ങനെയുള്ള വ്യക്തികളായിട്ട് ഇടപെട്ടത്. ഫ്രാൻസിസ് പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും മനസ്സിലാക്കിയുള്ളത്, അദ്ദേഹം നമുക്കറിയാം, നമ്മളൊരു സാധാരണ പാരിഷ് പ്രീസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ, നല്ലൊരു ഇടവകയുടെ അടുത്ത് പോകുമ്പോഴേ നമ്മളൊരു അപ്പൻ്റെ അടുത്ത് പോകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരാളിന് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ അതിനു മുമ്പ് പാപ്പാവരെ കണ്ട പല്ലക്കിൽ പോയിട്ടുള്ള പാപ്പാവരെ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് പോകുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അത് കംഫർട്ടല്ല. സാധാരണ ജനങ്ങളോട് ഇടപെട്ടിരുന്ന ഒരു വ്യക്തി ആ ഒരു മറ്റു രീതിയിൽ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ നമുക്കറിയാം, ഒരാൾ നമ്മുടെ പിതാവ് വന്ന സമയത്ത് അറിയാമെന്നുള്ള ഒരു സെമിനാരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനങ്ങളോട് ഇടപെടുന്നത്. അപ്പോൾ ജനങ്ങളടുത്ത് ഇടപെടുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പെട്ടെന്ന് റൂമിനകത്ത് അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. അത് എളുപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും ആളുകളെ കണ്ട് പിന്നെ സാധാരണ രീതിയിൽ ജീവിച്ചു വരാൻ വേണ്ടി. പിന്നെ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ ഒരു ദാരിദ്ര്യാവസ്ഥയും. അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് പുള്ളിയും. ഈ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ മൈഗ്രൻസ് അഭയാർത്ഥികളായിട്ട് വരുന്നത്, അത് കാരണം അതിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹം തന്നെ അഭയാർത്ഥിയായിട്ടാണ്. അവരുടെ ഒരു പൂർവ്വ ചരിത്രം മറന്നിട്ടില്ല. അപ്പോൾ അവരുടെ വേദന എന്താണെന്ന് അറിയുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ പെരുമാറുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയായിരുന്നാലും എഴുത്തായിരുന്നാലും നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ രീതിയാണ്, സാധാരണ രീതിയിലുള്ള അങ്ങനെ വലിയ രീതിയിലുള്ള പ്രബോധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഇപ്പോൾ യാഥാസ്ഥിതികനല്ല എന്നൊക്കെ പലപ്പോഴും പറയുമെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വളരെ പ്രസക്തമായിട്ട് നമ്മൾ കത്തോലിക്ക മാധ്യമങ്ങളെങ്കിലും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾക്ക് എതിരായിട്ടോ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. എല്ലാം കാരണം നമ്മൾ ഇതുവരെ സഭയുടെ പ്രബോധനങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ശൈലിയിലാണ് വ്യത്യാസമുള്ളത്. ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിന് ദേഷ്യം വരുമെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും, സന്തോഷം വരുമ്പോൾ സന്തോഷം. ഇപ്പോഴും ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞ് ഒരു സാധനമില്ല, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റോ ഫോർമാലിറ്റിയും ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ ഭാഗം അല്ല. ഇപ്പോഴും ഉദാഹരണത്തിന് അന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വന്ന് ആദ്യം ബോനസേറ എന്നാണ് പറയുന്നത്. അത് സാധാരണ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ ഒരു ഏറ്റവും അടുത്ത പരിചയക്കാരെ കാണുമ്പോൾ അവരടുത്ത് പറഞ്ഞ ഒരു എന്താണ് പറയുന്നത്, ഒരു മറയില്ലാതെ ഒരു ഔപചാരികത ഇല്ലാത്ത ഒരു പെരുമാറ്റം. അത് അവസാനം വരെ പിന്തുടർന്ന് പോകുന്നില്ല. ഈ ഫെബ്രുവരി 12-നാണ് പാപ്പ. ഇതിനോടൊപ്പം ചേർത്ത് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പാപ്പമാരെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ജോൺ പോൾ 2 കാലഘട്ടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 70-ന് ശേഷം കുടുംബ ശിഥിലീകരണങ്ങളൊക്കെ നടന്നു വന്ന ഒരു കാലഘട്ടം, പിന്നെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലഘട്ടം. അപ്പോൾ അവിടെ താത്വികമായിട്ട് സഭയെ അവതരിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അന്ന് ജോൺ പോൾ 2 പാപ്പ അതാണ് ചെയ്തത്. അതിനുശേഷം അവിടെ ഫിലോസോഫിക്കലായിട്ട് സഭയെ നയിച്ചു. അതിനുശേഷം വന്നത് പാപ്പ ബെനഡിക്ട് 16 അദ്ദേഹം നമ്മളെ തിയോളജിക്കലായിട്ട് അതിനൊരു അടിത്തറ പാകി. അതിനുശേഷം വന്ന പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹം പാസ്റ്ററൽ അപ്രോച്ചായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള ഓരോ ഇടയന്മാരെയാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും ഒന്നിലും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ അത് കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്ക് കാണിച്ചു തരികയും ചെയ്ത് കാണിച്ചു എന്നാണ് ഈ പറയുന്നത്. ഇപ്പോൾ ബെനഡിക്ട് 16 വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെച്ചുവെങ്കിൽ പാപ്പ ഫ്രാൻസിസ് പാപ്പ അത് ചെയ്ത് കാണിച്ചു. ഈ ഫെബ്രുവരി 12-നാണ് പാപ്പ അവസാനമായിട്ട് ഈ വത്തിക്കാൻ ചരിത്രത്തിലൊരു പൊതു
കൂടിക്കാഴ്ച അനുവദിച്ചിട്ടുള്ളത്. അവസാനത്തെ പൊതു കൂടിക്കാഴ്ച ഫെബ്രുവരി 12-നായിരുന്നു. 14-ന് വെള്ളിയാഴ്ചയാണ് പാപ്പ ഈ ആശുപത്രിയിൽ ജമല്ലി ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുന്നത്. ഈ സമയമെല്ലാം പ്രത്യേകിച്ച് ജമല്ലി ആശുപത്രിയിലായിരിക്കുമ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലെൻറ്റ് സമയത്താണ് ഈ പാപ്പമാരെയും 3 പാപ്പമാരെയും ഏകദേശമൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ അടുത്ത് വിശുദ്ധവാരത്തിന് തൊട്ട് മുമ്പ് പാപ്പ ആശുപത്രിയിൽ നിന്നെത്തുന്നു. തുടർന്ന് പാപ്പയുടെ ആരോഗ്യനില ക്രമാനുഗതമായിട്ട് പുരോഗതി ഉണ്ടാകുന്നു. അതിനുശേഷം ഉയർപ്പ് കുരുത്തോല തിരുനാളിന് അല്ലെങ്കിൽ കുരുത്തോലയുടെ അന്ന് പാപ്പ വന്ന് എല്ലാവർക്കും ഒരു വിശുദ്ധവാരം ആശംസിച്ചിട്ട് പോകുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അതായത് പ്രത്യേകിച്ച് ദുഃഖവെള്ളിയിലോ പെസഹ വേഴത്തിലോ ഈസ്റ്റർ ജാഗരണത്തിലോ പിതാവ് വരുന്നില്ല. പക്ഷേ പിന്നെ വത്തിക്കാൻ ബസിലിക്കകത്തു വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഓർബി തോർബി ആശീർവാദത്തിന് പാപ്പ എത്തുന്നു. 50,000-ഓളം വിശ്വാസികളുടെ ഇടയിലൂടെ യാത്ര ചെയ്യുന്നു. ഇത്രയും ആരോഗ്യം ബുദ്ധിമുട്ടായിരിക്കുമ്പോഴും അവസാനം പിറ്റേ ദിവസം 5:30-ക്ക് ബുദ്ധിമുട്ടുണ്ടായി, പിന്നെ മരണത്തിലേക്ക് പോകുന്നു. ഈ പാപ്പ അല്ലെങ്കിൽ ആ പാപ്പ വിശുദ്ധനാണെന്ന് പലപ്പോഴും ഈ ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഒരു വിശുദ്ധിയുടെ നിറകുടമായിട്ട് പാപ്പയെ കാണുന്നില്ലേ? തീർച്ചയായിട്ടും പാപ്പ ഉർബിയർത്ത് ഓർബിക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം കണ്ണടച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത് ജനത്തിൻ്റെ ഹർഷാരവം കേട്ടപ്പോഴാണ് കണ്ണ് തുറന്ന് നോക്കുന്നത്. ആ വീഡിയോയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. എന്നിട്ട് അവരെ ആശീർവദിക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനം വരെ, ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങൾ വരെ ജനത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു പാപ്പയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് പാപ്പയോടൊപ്പം ഈ സെമിനാരിക്കാരെയും വൈദികരെയും അഡ്രസ്സ് ചെയ്യുന്ന മീറ്റിംഗ്, ജനറൽ ഓഡിയൻസ് വൈദ്യർക്ക് വേണ്ടിയും സെമിനാരിക്കാർക്ക് വേണ്ടിയും മാത്രം ഉണ്ടായിരുന്ന സമയം അനുവദിച്ചിരുന്നു. അപ്പോൾ അതിൽ 3 എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതിൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പാപ്പ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഒരു സെമിനാരിക്കാരൻ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥി വൈദികന് ഉണ്ടായിരിക്കേണ്ട 4 അടുപ്പങ്ങളെ പറ്റി, 4 വിച്ചിനാൻസ എന്ന് പറഞ്ഞിട്ട് നമുക്ക്. ഒന്ന്, വിച്ചിനാൻസ കോണിൽ ദിയോ, ദൈവമായിട്ടുള്ള സാമീപ്യം. ഒന്ന്, വിച്ചിനാൻസ കോണിൽ വെസ്കോവോ, ബിഷപ്പ് സ്വന്തം മെത്രാനുമായിട്ടുള്ള അടുപ്പം. 3-മത് വിച്ചിനാൻസ കോൺ ഫ്രatelli, ഈ സഹോദര വൈദികരുമായിട്ടുള്ള അടുപ്പം. ഏറ്റവും അവസാനം പറയുന്നത് വിച്ചിനാൻസ കോണിൽ പോപ്പുലർ ദിയോ, ദൈവജനവുമായിട്ടുള്ള അടുപ്പം. ഈ 4-ഉം ഒരു വൈദികന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നായിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാപ്പ ജീവിച്ച് കാണിച്ചു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങളൊക്കെ ഒരു വിപ്ലവകാരിയായിട്ടോ മറ്റോ അവതരിപ്പിക്കുമ്പോഴും ഞാൻ കരുതുന്നത് ഒരു യഥാർത്ഥ പുരോഹിതൻ എങ്ങനെ ആയിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി വന്ന ഒരാൾ, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് പാപ്പയെ കാണുന്നത്. ഈ പാപ്പയെ പറ്റി പറയുമ്പോൾ ഈ 2 പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് കുറച്ചുകൂടെ ഡിജിറ്റൽ യുഗത്തിലാണ് പാപ്പ തൻ്റെ പേപ്പസി പൂർത്തീകരിച്ചത്. പ്രത്യേകിച്ച് പാപ്പയുടെ പല പ്രസംഗങ്ങളും പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. പ്രത്യേകിച്ച് പാപ്പ പറഞ്ഞ ഒരു കാര്യമാണ്, വൈദികർ 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് മാത്രമേ പ്രസംഗിക്കാവൂ, നിങ്ങളുടെ പ്രസംഗങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കണം. ഈ ഇടയ്ക്ക്, അതായത് നമ്മുടെ ഓശാന തിരുനാളിൽ അദ്ദേഹം ഒപ്പുവെച്ച ഒരു ഡിക്രിയാണ് ഈ കുർബാനയ്ക്ക് നമ്മൾ വാങ്ങുന്ന പണത്തിൻ്റെ കാര്യം. സാധുക്കൾക്ക് സൗജന്യമായി തന്നെ വൈദികർക്ക്, ചില വൈദികർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. പിതാവ് എങ്ങനെ അതിനെ കാണുന്നത്? അല്ലേ, ഇത് ഈ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പലരും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ പ്രസംഗങ്ങൾ തന്നെ പലപ്പോഴും ദൈർഘ്യമുള്ള പ്രസംഗങ്ങളൊക്കെ വരാറ്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നത് പോലെ ഒരുക്കമില്ലാതെ പ്രസംഗിക്കുന്നതിനെ കുറിച്ച്. ഒരുക്കമുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ പിതാവ് പറഞ്ഞ 2-3 മിനിറ്റോ 5 മിനിറ്റോ കൂടുതലായാലൊന്നും അതിലൊരു തെറ്റും ഉള്ളതായിട്ടല്ല. അപ്പോൾ പരിശുദ്ധ പിതാവ് തന്നെ അത് പറയുമ്പോഴും നമ്മുടെ പ്രസംഗങ്ങൾ അരോചകമായിരിക്കരുത് എന്നുള്ള ഒരു സെൻസാണ് ഞാൻ അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല കൃത്യമായ മിനിറ്റ് വാച്ച്. പിന്നെ അല്ലെങ്കിൽ തന്നെ യൂറോപ്പിലൊരു സ്റ്റൈലുണ്ട്. യൂറോപ്പിൽ നമ്മളായിരിക്കുമ്പോൾ അറിയാം, അവിടുത്തെ പ്രസംഗങ്ങളൊന്നും അങ്ങനെ വലിയ ഒത്തിരി മിനിറ്റുകളൊന്നും എടുക്കുന്നതെന്ന് പറയും. അവർ മിക്കവാറും ഓൾറെഡി പ്രിപ്പയർഡായിട്ട് എഴുതി വെച്ച് കൊണ്ടുവരുന്നത്, മിക്കവാറുമൊക്കെ വായിക്കുന്നതൊക്കെയാണ് കൂടുതലും ഞാൻ ബെൽജിയത്തിലും ജർമ്മനിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുന്ന പ്രസംഗങ്ങൾ, അപ്പോൾ അത് പ്രിപ്പയർഡാണ്, അത് കൃത്യമായിട്ട് തീരും. അതൊന്നും ഇല്ലാതെ ഒരാൾ
വന്ന് നിന്ന് ഒഫൻഡായിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഇയാളൊന്നും ഒരുങ്ങിയിട്ടില്ല എന്നൊരു ചിന്തയിൽ അങ്ങനെ ഉള്ളതിന് ഇത് അത്തരത്തിലൊക്കെ ഉള്ളത് പിതാവ് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അത് അർത്ഥവത്താക്കണം. പിന്നെ ഒത്തിരി ലെങ്തി ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളത് പരിശുദ്ധ പിതാവിനെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മളാരും വലിയ പ്രസംഗങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അത് അതിൻ്റെതായ ഒരു സെൻസിലെടുക്കുക. മിനിറ്റ് 1-2 മിനിറ്റ് കൂടുന്നു എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. നമ്മൾ പറയുന്നതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടാകണം. കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ 7 മിനിറ്റ് പറഞ്ഞാലും മതി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 മിനിറ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ അല്പം കൂടെ സമയമെടുത്ത് പറഞ്ഞു കൊടുക്കാൻ അത് വളരെ മനോഹരമാണ്, അർത്ഥവത്താണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ രണ്ടാമത് പറഞ്ഞത് കുർബാന നിയോഗവുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് പരിശുദ്ധ പിതാവിൻ്റെ ഓഫീസിൽ അത് നിന്ന് പരിശുദ്ധ പിതാവ് തന്നെ അതങ്ങനെ ഇറക്കണമെന്ന് ഡിക്കാസ്ട്രികൾക്ക് അത് ഇറക്കാവുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്, വിശകലനം. അങ്ങനെ അത് അങ്ങനെയുള്ളതിന് പ്രീഫെക്ട്സിന് സാധാരണ അത്തരത്തിലുള്ളതൊക്കെ ഇറക്കാം. അപ്പോൾ അതിൽ സാധാരണ അങ്ങനെ സൈൻ ചെയ്യാറില്ല. അദ്ദേഹം കൺസെൻറ്റ് കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ആശയം കാണുമായിരിക്കും. അത് ഒരു ആക്ച്വലായിട്ടുള്ള ഒരു പുതിയ ആശയമല്ല. അത് കാനൽ ലോയിൽ സഭാ നിയമത്തിൽ പറയുന്ന ആശയങ്ങളുടെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ അത് ഒരു വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊന്നും കുർബാന നിയോഗങ്ങൾ പോകാൻ പാടില്ല. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഒരു ദിവ്യബലിയിൽ തന്നെ നിരവധി നിയോഗങ്ങൾ അത് ഉൾപ്പെടുത്തുന്നത് നമ്മൾ കുറയ്ക്കണം എന്നുള്ളത്. നമ്മൾ അത് തന്നെയാണ് ഈ പറയുന്ന, അത് വാണിജ്യ ഉദ്ദേശമുണ്ടല്ലോ അതിനകത്ത്. പ്രത്യേകിച്ച് ഈ തിരുനാളുകളുടെയൊക്കെ സമയത്തിൽ 10, 25, 50, 100 ഇൻറ്റൻഷൻസ് നമ്മൾ പറയുമ്പോൾ അത് ഒരിക്കലും ആ നിയോഗം വയ്ക്കുന്ന ആളിൻ്റെ ആ നിയോഗം വ്യക്തിപരമായിട്ട് ഒരു കുർബാന എന്നുള്ള രീതിയിൽ അത് നിർവഹിക്കപ്പെടുന്നില്ല. അതിങ്ങനെ വന്ന് ഒരുമിച്ച് പറയുന്നു. അതിനെത്രത്തോളം അതിനകത്തുള്ള ഒരു പവിത്രതയുണ്ട് എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇടയ്ക്കൊക്കെ നമ്മുടെ ഡയസിസിൽ പോലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുകയും കൃത്യമായിട്ടത് ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതെന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അരൂപിയിൽ തന്നെയാണ് ഇത് ചെയ്യണം എന്നൊരാശയം. നമുക്ക് നമ്മുടെ ഡയസിന് അതൊരു പുതുമ കാണില്ല ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷെ അത് വേറെ ഒരു ലെവലിലേക്ക് പോകുന്ന അവസ്ഥ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള തിരുത്തലുകൾ വരും. അത് പരിശുദ്ധ പിതാവിൻ്റെ ഒരു മനസ്സ് തന്നെയാണ്. കാരണം എല്ലാ തലങ്ങളിലും അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ജനത്തെ വേദനിപ്പിക്കുന്ന, ജനത്തെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വരാൻ പാടില്ല. പ്രസംഗം മാത്രം പോരാ, അത് കുർബാനയ്ക്ക് വയ്ക്കുന്ന നിയോഗമായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഒരു റൗണ്ടോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഡിജിറ്റൽ സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ സുവിശേഷം ഡിജിറ്റലി അവതരിപ്പിച്ച ഒരു പാപ്പയും കൂടെയാണ്. ഡിജിറ്റലായിട്ട് തന്നെ, അതായത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് സാന്താ മാർത്തയിലെ ചാപ്പലിൽ നിന്നുകൊണ്ട് ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനും ഒരു 40-45 മിനിറ്റ് കൊണ്ട് ദിവ്യബലി പാപ്പ അർപ്പിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. കോവിഡ് സമയങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ വത്തിക്കാൻ റേഡിയോയെ തന്നെ വിവിധ ഭാഷകളിലോട്ട്, അത് അല്ലെങ്കിൽ പോർച്ചുഗീസ്, മലയാളം, തമിഴ് പോലെയുള്ള ഭാഷകളിലോട്ട് വത്തിക്കാൻ റേഡിയോസിനെ കൊണ്ടുവന്നു. വത്തിക്കാനിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് പാപ്പ അങ്ങനെയുള്ള അതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സുവിശേഷവൽക്കരണം ഈ രീതിയിൽ പാപ്പ നടപ്പിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റ് അച്ഛന് പറയാനുണ്ടോ? തെറ്റൊന്നുമില്ല. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു സൂചന നൽകിയായിരുന്നു. ഇപ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിട്ടുള്ള പലതും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത്. അതായത് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റിൽ തന്നെ അന്നത്തെ സമയത്ത് റേഡിയോ ആയിരുന്നു. അതിലൂടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കണമെന്ന് ഈ പാപ്പ മാത്രമല്ല, എല്ലാ പാപ്പമാരും അത് പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കോവിഡ് സമയത്ത് അല്പം ശ്രദ്ധിച്ചു. കാരണം നമ്മളെല്ലാവരും നമ്മുടെ രൂപതയിൽ തന്നെ പല ഇടവകളിൽ തന്നെ ഒറ്റയ്ക്ക് കുർബാന അർപ്പിച്ച് അതിലൊരു അതിന് കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മൾ പലരും മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ ഒരു കുക്കറി ഷോ പോലെ ഇതിനെ കണക്കാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പല പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ പോകാത്തതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടി വിയിൽ ശാലോമിൽ കണ്ടു എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് തിന്നാൻ നേരത്ത് അടുക്കളയിൽ ചെന്നിരുന്നിട്ട് അടുക്കള നല്ലൊരു ഷോ കാണിക്കും ഇതിൻ്റെ, അതുപോലെ അങ്ങനെയാണോ കുർബാനയും കണക്കാക്കുന്നത്? വിശക്കുന്ന നേരത്ത് ആ ഷോയും കണ്ടുകൊണ്ട് വിശപ്പ് മാറുമോ?
അത്തരത്തിൽ കാരണം തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല, മനസ്സിലാക്കുക. അന്ന് ആ ഒരു സാഹചര്യത്തിൽ ഓക്കെ മറ്റു പ്രോഗ്രാമുകൾ എന്നല്ല, ഒരു ആധ്യാത്മികമായിട്ട് നമ്മളെ വളർത്തുന്ന ഒരു മാർഗമായിരുന്നു. ഇല്ല, അത് എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് പറഞ്ഞിട്ട്, അത് ഈ പരിശുദ്ധ പിതാവാകുന്നതിൻ്റെ രീതി കോവിഡിൻ്റെ സാഹചര്യത്തിൽ വന്ന ഒരു നമുക്ക് ഉണ്ടായിരുന്ന ഒരു സംവിധാനം പാടെ നിലയ്ക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റ് കണ്ടുപിടിക്കുന്നതാണ്. അതല്ല ഈ സുവിശേഷവൽക്കരണം നമ്മുടെ മാധ്യമങ്ങളിലൂടെ എന്നൊരാശയം പരിശുദ്ധ പിതാവ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് യുവജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും. ആ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പോലുള്ള മാധ്യമം ഇത് ഉപയോഗിക്കുമ്പോൾ അവർ തങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാൻ, തങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഒത്തിരി സമയം അതിനകത്ത് ചെലവഴിക്കുന്നു. അതിൽ നിങ്ങൾക്ക് കുറച്ച് സമയം യേശുവിനെക്കുറിച്ചും അവിടുത്തെ സുവിശേഷത്തെക്കുറിച്ചും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ, അതൊരു സുവിശേഷവൽക്കരണമാകില്ലേ എന്ന് അദ്ദേഹം ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം നമുക്കുള്ള സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ടുള്ള വേദികളാക്കി മാറ്റാൻ, മറ്റു കാര്യങ്ങളോടൊപ്പം തന്നെ അതൊന്നും വിട്ടുകളയണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് പിന്മാറുക, ആ ആശയമില്ല. നിങ്ങൾ അതിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊള്ളു. ഒപ്പം നിങ്ങൾക്ക് ഒരു സുവിശേഷ സന്ദേശമോ ഒരു വിശുദ്ധ ഗ്രന്ഥ വചനമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിനോ നിങ്ങൾ പരിചയപ്പെട്ട ഒരാൾക്കോ നിങ്ങൾ അയക്കുകയാണെങ്കിൽ അതാണ് ഇവാഞ്ചലൈസേഷൻ, അതാണ് സുവിശേഷവൽക്കരണം എന്ന ആശയമാണ് പിതാവ് പറഞ്ഞു വെച്ചത്. അപ്പം നമുക്ക് ഈ മാധ്യമങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം എന്ന അർത്ഥത്തിലാണ്. പ്രത്യേകിച്ച് യുദ്ധങ്ങൾക്കെതിരെ ഒരു നിലപാടെടുത്തൊരു പാപ്പയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇസ്രായേലിൻ്റെ യുദ്ധവും അതുപോലെ തന്നെ ഈ ഉക്രൈനിലുണ്ടായിരുന്ന അത് വളരെ എപ്പോഴും പിതാവിൻ്റെ പ്രസംഗങ്ങളിൽ പിതാവ് യുദ്ധത്തിനെതിരെ വലിയ നിലപാടെടുത്താണ്. അങ്ങനെ പല രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തലവന്മാർ പാപ്പയ്ക്ക് കല്ലുകടിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാസയ്ക്ക് വേണ്ടി എപ്പോഴും പാപ്പ നിന്നിട്ടുള്ള ഒരാളാണ്. ഗാസയിലെ ആ ഹോളി ഫാമിലി ചർച്ച് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം പാപ്പ ജമലി ആശുപത്രിയിലായിരിക്കുമ്പോഴും പല തവണയാണ് ഇടവക വികാരിയെയും അതുപോലെ തന്നെ ഇടവക അംഗങ്ങളെയും വിളിച്ച് ഗാസയിലെ ആ ഇടവകയുടെ കാര്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പാപ്പ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും യുദ്ധത്തിൽ കഷ്ടപ്പെടുന്നവരെ പാപ്പ കാണുന്നു എന്നുള്ളതാണ്. ഈ പാപ്പ അങ്ങനെയുള്ള വിമർശനങ്ങളെയൊന്നും അങ്ങനെ കാണാറില്ല, എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് എടുക്കാറില്ല. അതിനെപ്പറ്റി അച്ഛൻ എന്ത് തോന്നുന്നു? അതായത് പിതാവ് ചില കാര്യങ്ങളിൽ വളരെ കർക്കശക്കാരനാണ്. സാധാരണ നമ്മൾ കാണുന്നത് ആൾക്കാരോടൊപ്പം ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ കരുണയുടെ മുഖം ഉറപ്പായിട്ടുണ്ട്. അതേസമയം തന്നെ ഭരണകാര്യങ്ങളിലും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലും വളരെ കർക്കശമായിട്ട് അതിനെ കാണുകയും ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതിനു വേണ്ടി എനിക്ക് 100% നിൽക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അഭയാർത്ഥികളുടെ വിഷയത്തിലായിരുന്നാലും യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളിലായിരുന്നാലും ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഉറച്ചു നിന്നു. ഈ പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ അതിനകത്ത് റോമൻ കുരിയയിലുണ്ടായിരുന്ന വർക്ക് ചെയ്യുന്ന എല്ലാവരും ശനി ഞായർ ദിവസങ്ങളിൽ ഇടവകളിൽ പോയി വർക്ക് ചെയ്യണമെന്നും പാപ്പ കർക്കശമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇടവകളിലൊക്കെ ഒരു പാസ്റ്ററൽ അനുഭവത്തിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. യുദ്ധവുമായിട്ട് പറയുമ്പോഴേ ഈ യുദ്ധം, അതായത് രക്തച്ചൊരിച്ചിലുകളെ പരിശുദ്ധ പിതാക്കന്മാർ പലരും വെറുത്ത് ഒന്നാം ലോക മഹായുദ്ധം മുതലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ എങ്കിലും പരിശുദ്ധ പിതാവ് രക്തരൂക്ഷിതമായിട്ടുള്ള ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ അപലപിക്കുകയും അതിനെതിരെ പറയുകയും ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് അപലപിക്കുക, അതിനുവേണ്ടി ഇടപെടുക. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർദിനാൾ പീത്രോ പരോലി, അദ്ദേഹത്തെ പ്രത്യേക എൻവോയി ആയിട്ട് അദ്ദേഹം ഈ ഉക്രൈൻ പോലുള്ള രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അയക്കുകയും എല്ലാ തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുകയാണ്. ആംബുലൻസ് സംവിധാനം, രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായിട്ട് അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ത്രികാല ജപത്തിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം വരുന്ന സമയത്ത് കൊടുക്കുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ള, നമ്മൾ പരിഗണിക്കാൻ പോലും ഇല്ലാത്ത ചെറിയ രാജ്യങ്ങളിൽ പോലും അവിടെ ഈ ആഭ്യന്തര യുദ്ധങ്ങളുണ്ട്.
ഇപ്പോൾ സിയറ ലിയോൺ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിൽ പോലും ഉണ്ടാകുന്നതിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് പിതാവ് അതിനെ അപലപിക്കുകയും അവിടെയുള്ള ജനങ്ങളോടുള്ള സഹാനുഭൂതി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാറ്. എനിക്ക് തോന്നുന്നു യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള രാഷ്ട്രത്തലവന്മാർക്ക് അദ്ദേഹം അന്നും ഒരു കല്ലുകടി തന്നെയാണ്, അത് ഭീഷണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നയം അങ്ങനെ തന്നെയാണ്. സമാധാനത്തിന് വേണ്ടി ആധുനിക ലോകത്തിൽ വളരെയധികം ത്യാഗം ചെയ്ത ഒരു പാപ്പയാണ്. പിന്നെ നമ്മൾ ഗാസ വിഷയമൊക്കെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് രണ്ട് വശവും പറയാനുണ്ടാകും, അതിൻ്റെ സ്റ്റാർട്ടിങ് അതൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഗാസയിൽ നിഷ്കളങ്കരായ മനുഷ്യർ കൊന്നൊടുക്കപ്പെട്ടു. യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ എപ്പോഴും കാണാമറയത്താണ്. അവരിപ്പോഴും ടണലുകളിലും അവിടെ ഇവിടെയായിട്ട് അവർ വിളിച്ചു കഴിയുന്നു. ഇവിടെ കൊല്ലപ്പെടുന്നത് പാവപ്പെട്ട മനുഷ്യർ. അത് എന്തുമാത്രം സഹിക്കാത്ത കാര്യങ്ങൾ. രണ്ട് കൈയില്ലാത്ത കുഞ്ഞിനെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞ് അതൊരു അടയാളമായിട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന യുദ്ധത്തിൻ്റെ വലിയ വിപത്തിൻ്റെ ഒരു ഫലമാണതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഹൃദയം എപ്പോഴും വേദനിച്ചുകൊണ്ട് അതിനുവേണ്ടി എപ്പോഴും പിതാവ് പ്രതികരിക്കുക. അദ്ദേഹം ഏഞ്ചലസിൽ മാത്രമല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്നുള്ളതാണ്. തൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി വഴി അതിനു വേണ്ടിയുള്ള ന്യൂഷോസ് വഴിയൊക്കെ അദ്ദേഹം നിരന്തരം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സമാധാനത്തിന് വേണ്ടി അങ്ങേറ്റം പരിശ്രമിച്ചാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ വേദനയായിരുന്നതും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള രണ്ട് യുദ്ധങ്ങളാണ് ഉക്രൈനും ഈ പറയുന്ന ഇവിടെയുള്ള ഹമാസിനെതിരെയുള്ള ഗാസയിൽ യുദ്ധം. ഈ അപ്പോസ്തലിക യാത്രകൾ വളരെ ആസ്വദിച്ച് പൂർത്തീകരിക്കുന്നൊരു പിതാവാണ്. കാരണം അപ്പോസ്തലിക യാത്രകൾക്ക് ഇടവേളകളില്ല. ഈ അസുഖബാധിതനായിരിക്കുമ്പോഴും വീൽ ചെയറിൽ വിമാനത്തിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വരാത്തതൊരു നമുക്കെല്ലാവർക്കും ഒരു വിഷമമായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിതാവിൻ്റെയും നിങ്ങളുടെ എല്ലാ ഒരു അഭിപ്രായം ഇന്ത്യയിൽ എന്തുകൊണ്ട് വരുന്നത്? രാഷ്ട്രീയം നമ്മളിവിടെ ഒരു ചർച്ചാ വിഷയമാക്കുന്നില്ലെങ്കിലും ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴുള്ള അപ്പസ്തോലിക് നുൻഷ്യൽ, അതിന് മുൻപൊരു നുൻഷ്യ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വെച്ചൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നപ്പം ഞാനാണ് ഈ ചോദ്യത്തോട് ചോദിച്ചത്, എന്തെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അപ്പം അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിനും അങ്ങനെ ഡയറക്റ്റായിട്ടൊരു മറുപടി നമ്മളോട് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു രാജ്യത്തുള്ള ഭരണാധികാരികളെ പേടിക്കുന്ന ഒരു മെത്രാനും ഒരു വൈദികനും ഒരു വിശ്വാസിക്കും പറയാനും പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ആലങ്കാരികമായിട്ടൊക്കെ പറയാം, എങ്ങനെ അതിന് പിന്നെ വരാനായിട്ട് ചില തടസ്സങ്ങളുണ്ട്, അതിനുള്ള ഒരു കാലാവസ്ഥയായിട്ടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ പിതാവിന് ബംഗ്ലാദേശ് സന്ദർശിച്ച സമയത്തും അദ്ദേഹത്തിന് ശ്രീലങ്ക സന്ദർശിച്ച സമയത്തും അദ്ദേഹത്തിന് ഇവിടെ ഒരു അജപാലന യാത്രയ്ക്ക് വേണ്ടിയുള്ള വലിയ തടസ്സങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏതൊരു രാജ്യത്തിൻ്റെയും അവിടെയുള്ള ഗവൺമെൻറ് അനുമതി കൊടുക്കാതെ പറ്റിക്കാൻ അതിൻ്റെ പ്രോസസ്സ് ചെയ്യത്തില്ല. അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വ്യത്യസ്തമായൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ എത്രത്തോളം തുറവിയോടെ കാണുന്നുവെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ മരണം വരുമ്പോൾ ഞങ്ങൾ വേദനിക്കുന്നു, ഞങ്ങൾ അപലപിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് എളുപ്പമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ചെന്ന് പരിശുദ്ധ പിതാവിനെ കാണാനും അല്ലെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ സൗഹൃദം പങ്കിട്ട് എല്ലാം ഓക്കെയാണെന്ന് ആളുകളോട് പറയാനും ഒക്കെ എളുപ്പമാണ്. ഞാൻ പറയുന്നതിനകത്തെല്ലാം ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ പാപ്പയുടെ വാക്കുകൾ. ഞാൻ അദ്ദേഹത്തിന് അച്ഛനത് കൂടുതൽ പറയാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചപ്പോൾ 2016 പിതാവിനെ കാണുമ്പോൾ ചോദിച്ച ചോദ്യം പിതാവ് എന്ന് ഇന്ത്യയിലോട്ട് വരുമെന്നുള്ളതായിരുന്നു. അന്ന് പിതാവ് എനിക്ക് തന്ന ഉത്തരം പിറ്റേ വർഷം നെക്സ്റ്റ് ഇയർ വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ 2018 കാണുന്നത്. 2018 ഡീക്കനായിരുന്നപ്പോൾ കണ്ടപ്പോൾ ഇനി എന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നാണോ നിങ്ങളുടെ ഗവൺമെന്റ് എന്നെ അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നത് എന്നതായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞതിന് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിന് വരാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടായിരുന്നു.
എന്നാൽ നമ്മുടെ സർക്കാർ അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. നമുക്ക് അവസാന ഘട്ടത്തിൽ വരുമ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ പിതാവ് നമ്മുടെ പാപ്പയ്ക്ക് ഒരു സ്ഥാനം, പ്രത്യേകിച്ച് ഒരു സഹമെത്രാനായിട്ട് പിതാവിനെ അവരോധിച്ച് അല്ലെങ്കിൽ ആ നിയമനം നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഇടം കാണും. പിതാവ് എങ്ങനെ ഒറ്റ വാക്കിൽ പരിശുദ്ധ പിതാവിനെ കാണും? ക്രിസ്തുവിൻ്റെ മുഖം ആധുനിക ലോകത്തിലെ പ്രകടമാക്കിയ അല്ലെങ്കിൽ ദൃശ്യമാക്കിയ ഒരു വ്യക്തി. അതിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും ഒരു ക്രിസ്ത്യാനി, ഒരു പുരോഹിതൻ, ഒരു മനുഷ്യസ്നേഹി എങ്ങനെ ആയിരിക്കണം. അതിന് ഈ കാലഘട്ടത്തിൽ അതിന് വേണ്ട സാക്ഷ്യം നൽകിയ വ്യക്തി ആരെന്ന് ചോദിക്കുമ്പം ഫ്രാൻസിസ് പാപ്പയിലേക്ക് നോക്കൂ. ഈ കോൺക്ലേവിനെ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കോൺക്ലേവ് വളരെ ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കാർക്കും പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ പേര് പറയാനോ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. കോൺക്ലേവുകൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഈ വരാൻ പോകുന്ന കോൺക്ലേവിനെ എങ്ങനെ കാണുന്നു അച്ഛൻ? ഞാനാ പറയേണ്ടത്? അതെ, ഓക്കെ. ഞാൻ ഇനിയിപ്പോഴും വിശ്വസിക്കുന്നത് സഭയുടെ പ്രവർത്തനത്തിൽ നമ്മൾ ഈ പത്രങ്ങളുടെ പുറകെ പോകരുതെന്ന് തന്നെയാണ്. എല്ലാം ടി വിയിൽ നോക്കട്ടെ, എപ്പോഴും കർത്താവിനറിയാം ആര് വരണമെന്നുള്ളത്, അതുപോലെ വരുള്ളൂ. ഞാനതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാനായിട്ട് നമ്മൾ പലതൊക്കെ പലരും കൊട്ടിഘോഷിക്കുമായിരിക്കും. നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിസ്സാരം തോന്നുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ വരുന്നത്. ആര് വന്നിരുന്നാലും പരിശുദ്ധ പിതാവ് കർത്താവിൻ്റെ സഭ എങ്ങനെ നയിക്കണം കർത്താവിനറിയാം. കർത്താവ് ചോദിച്ച ആളിനെ നമുക്ക് തരും, നമ്മളങ്ങ് സ്വീകരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഈ വിദേശ മാധ്യമങ്ങൾ ലിസ്റ്റ് ഓഫ് കർദിനാൾസിൻ്റെ പേര് തരുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് BBC പോലെയുള്ള മാധ്യമങ്ങൾ. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പരിശുദ്ധ പിതാവ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് എന്ന് പലപ്പോഴും നമുക്ക് കോൺക്ലേവുകളെ കാണുമ്പോൾ മനസ്സിലാവും. വർഷങ്ങൾ നീണ്ട കോൺക്ലേവുകൾ നടന്ന കാലങ്ങളുമുണ്ട്. നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ നമ്മൾ വരാൻ പോകുന്ന കോൺക്ലേവിനെ എങ്ങനെ കാണുന്നു? 1-2 ദിവസം കൊണ്ട് പുതിയ പാപ്പയെ കിട്ടുമായിരിക്കും. അത് മാത്രമേ സിമ്പിളായിട്ട് പറയുന്നത്. അതെ, തീർച്ചയായും വളരെ പാപ്പയെക്കുറിച്ചുള്ള ഈ നമ്മളൊരു സൗഹൃദമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു എല്ലാവരും നടത്തിയത്. കാരണം പാപ്പ എപ്പോഴും ശനിയാഴ്ചയാണ് പാപ്പയുടെ മൃതസംസ്കാര കർമ്മം നടക്കാൻ പോകുന്നത്. എങ്കിലും നമ്മൾ എത്രത്തോളം പാപ്പയെ മനസ്സിലാക്കുന്നു, എത്രത്തോളം പാപ്പയെ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന വാക്കുകളാണ് അച്ഛന്മാരാണെങ്കിലും പിതാവും നൽകിയത്. തീർച്ചയായും നമ്മുടെ എല്ലാ മനസ്സിൽ പാപ്പയ്ക്കൊരു ഇടമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ശരി, വിശ്വാസികളാണെങ്കിലും ശരി, പലരും ഞെട്ടിപ്പോയ ഒരു വാർത്തയായിട്ടാണ് ഈ തിങ്കളാഴ്ച വാർത്തയെ കാണുന്നത്. അവസാനമായിട്ട് പിതാവേ, ഈ നമ്മുടെ രൂപതയെ സംബന്ധിച്ച്, രൂപതയിൽ തന്നെ രൂപതയുടെ സഹമെത്രാനാകുമ്പോൾ രൂപതയെ പറ്റി പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് പിതാവ് ഈ തിങ്കളാഴ്ച ഒരു മണിയോടുകൂടെ ഈ വാർത്ത കേട്ടപ്പോൾ മനസ്സിലൂടെ ഓടിയത് എന്താണ്? പെട്ടെന്ന് നമുക്ക് പലർക്കും ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് വാസ്തവത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം തലേ ദിവസം അദ്ദേഹത്തെ കണ്ട കാഴ്ച പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊണ്ട് യുവജനങ്ങളുടെയും അവിടെ വന്നു കൂടിയ എല്ലാവരെയും അദ്ദേഹം കണ്ടിട്ട് പിറ്റേ ദിവസം അദ്ദേഹം പോന്നു. അപ്പോൾ അല്പം കഴിഞ്ഞു ഞാൻ ഒരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാനാണ്. അതിനെ പെട്ടെന്ന് അത്ര ഷോക്കിംഗ് ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ പോയി സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നോമ്പുകാലം പിന്നെ വിശുദ്ധവാരം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വേദനകൾ പ്രയാസങ്ങളെന്ന് പറയുന്നത് പാപ്പയായതിനു ശേഷമുള്ള കാര്യമാണ്. ബോണസ് അയേഴ്സിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ, അതിനു മുൻപ് അദ്ദേഹം ഈശോസഭ വൈദികനായിട്ട് പ്രൊവിൻഷ്യലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇരുണ്ട, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇരുണ്ട നാളുകളുണ്ട്. കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ കടന്നു വന്ന് ഓരോ ഘട്ടം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് അദ്ദേഹം ഈ വേദനകളിലൂടെ ജമലി ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കിടന്നു. അതെല്ലാം കഴിഞ്ഞ് വന്ന് ആ ഈസ്റ്ററിൻ്റെതായ ഒരു പൂർണ്ണതയിൽ പെസഹ രഹസ്യങ്ങളുടെ ആ പ്രഘോഷണമാണല്ലോ
മരണത്തെ ജയിക്കുന്ന ക്രിസ്തു, ആ ഒരു പ്രഘോഷണം അതിൻ്റെ അർത്ഥവത്തായിട്ട് അദ്ദേഹം നടത്തി. ഞാൻ പറയും, അദ്ദേഹം ഈ വേദനകളുടെ മധ്യ നിന്നുകൊണ്ട് ഉത്ഥിതനായി. അദ്ദേഹം ക്രിസ്തുവിനോടൊപ്പം ആകാനായിട്ട് വിളിക്കപ്പെട്ടു എന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ അങ്ങ് വന്ന് ഒതുങ്ങി. കാരണം പിന്നീട് മനസ്സിലായി കർത്താവിൻ്റെ പദ്ധതി നമ്മളെല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഷോക്കുണ്ടായെങ്കിലും പക്ഷേ അതിനുപരിയായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. അത് അദ്ദേഹത്തിലൂടെ ലോകത്തിന് കിട്ടിയത് നമ്മുടെ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ്. അത് വേദനകൾ കഴിഞ്ഞ്, ഈ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും വിജയശ്രീ ലാളിതനായി ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി എന്ന ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം മനസ്സിൽ കുറയും. പിതാവിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഈ സൗഹൃദ സംഭാഷണം അവസാനിപ്പിക്കാം. തീർച്ചയായും ഒരു വിശുദ്ധനായ പാപ്പയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഏറെ കാലതാമസമില്ലാതെ തന്നെ നമ്മൾ അൾത്താര വണക്കത്തിനായി പാപ്പയെ നമുക്ക് വിശുദ്ധനായി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും